ഇന്നേ ആകെപ്പാടൊരു എങ്ങനെ പറയാ എന്താ പറയണ്ട് ഇടങ്ങാറ് പിടിച്ചൊരു ദിവസമാണ് കേട്ടോ നമുക്ക്. എന്താണ് വെച്ചാൽ പൈപ്പിൽ വെള്ളമില്ല, നമ്മുടെ കിണറാണ് വെച്ചാൽ തേവിയിട്ട് കിണറിൽ വെള്ളമില്ല, ഒക്കെപ്പാട് എങ്ങനെ പറയാ. അയ്യോ പറയണ്ട അല്ലേട്ടാ, ഈ ദിവസത്തിന്റെ ഒരു പ്രത്യേകത. അയ്യോ വത്സരടുത്ത വീട്ടിൽ പോയിട്ട് കുറച്ച് വെള്ളം കൊണ്ടുവന്നു കേട്ടോ. കുറച്ച് വെള്ളമായി കഴുകി മൊത്തം കഴുകി എടുത്ത് രാധേടുത്ത് പറഞ്ഞു കേട്ടോ അവരുടെ വീട്ടിൽ നിന്ന് വെള്ളം എടുത്തോളാനേ. അപ്പോൾ നമ്മളിതാ വെള്ളം വാഷിംഗ് മെഷീനിലും കൂടെയൊക്കെ തിരുമ്പോൾ കുറച്ചും കൂടി വെള്ളം വേണ്ടി വരില്ലേ. അപ്പോൾ വെള്ളം എടുത്തോളാൻ പറഞ്ഞിട്ട് ഇതാ വെള്ളം നമ്മൾ നിറച്ചിട്ടോ. കുറച്ച് ഇതിലും കുറച്ചായിട്ടുണ്ട്. അയ്യോ വെള്ളമില്ലെങ്കിലേ എന്തുണ്ടായിട്ടും കാര്യമില്ല കേട്ടോ. വെള്ളത്തിന് വെള്ളം തന്നെ വേണം. ഇനി നമുക്ക് പറ്റിക്കഴിഞ്ഞു. ഇനി അവിടെ മോട്ടർ കൊണ്ട് വെച്ചോളാൻ പറഞ്ഞിട്ടോ അവരുടെ കിണറ്റിൽ. അപ്പോൾ അത് കൊണ്ടുപോയി വെക്കണം. കുളിക്കാനും തീരുമാനം വെള്ളമില്ലെങ്കിൽ എന്തുണ്ടായിട്ട് എന്താ കാര്യം, ഒരു വൃത്തിയും തോന്നില്ല. നമ്മൾ എത്ര കോരിക്കൊണ്ടെന്നോലില്ലേ കാണേയില്ല വെള്ളം. ഇന്ന് വത്സരടുത്തിട്ട് അവിടെ നിന്ന് രാവിലെ പോയിട്ട് വെള്ളം കൊണ്ടുവന്ന് എന്താ തിരുമ്പാനും കുളിക്കാനൊക്കെ. പക്ഷേ എത്ര കൊണ്ടുവരും. ഞാനപ്പോൾ എന്താ പറ്റിയെന്നറിയോ, ഇപ്പോൾ കുളിക്കില്ല, വൈകുന്നേരത്തിന് വെള്ളമില്ല. വൈകുന്നേരത്ത് മേലേക്കും ചെയ്യണ്ടേ. അപ്പോൾ ഒരു സമയത്ത് അങ്ങോട്ട് കുളിച്ച് കഴിഞ്ഞാൽ ആ പട്ടിങ്ങൾ കഴിയില്ലേ. ഇനി എന്താ ചാത്തപ്പാന്ന് നിനക്ക് നന്നേം കുളിപ്പിക്കണോ? ആദ്യമായിട്ടാണ് ഇപ്രാവശ്യം വെള്ളമില്ലാത്തതിന് ബുദ്ധിമുട്ടുന്നത്. അയ്യോ ഇത് പറഞ്ഞ മനസ്സിലാവില്ല ചിലവർക്ക്. കാരണം എന്താ ഇത്ര വെള്ളം. നമ്മളൊരു ചെറിയൊരു കുടുംബമല്ലല്ലോ, നമ്മൾ വലിയൊരു കുടുംബമാണല്ലോ. ഇപ്പം ഇവിടെയാണ് 6 പേര് കുളിക്കുക, ഇവിടെ 10 പേരുണ്ട്. അതിനെ ഇവിടെയാണ് കുട്ടികളെല്ലാവരും ഇവിടെയാണ് കുളിക്കുക. അവർ ബാത്റൂമിൽ പോണത് ഇവിടെയാണ്. അപ്പോൾ എന്താ വെച്ചാൽ എത്ര വെള്ളം, ചിലപ്പോൾ ബാത്റൂമിൽ ചെന്നിട്ടില്ലേ വെറുതെ ഷവർ തുറന്നിട്ട് തുറന്നിങ്ങനെ നിൽക്കുക. ഈ ചൂടല്ലേ അത് കാരണം. ഈ ചെക്കൻ്റെ പണി അതൊക്കെ കേട്ടോ. അപ്പോൾ ഇരിക്കുന്ന സത്യം പറയാച്ചല്ലേ രാധേച്ചി അങ്ങനെ പറഞ്ഞതും കൂടെ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിലോ ലേട്ടാ വത്സരടുത്തിട്ട് അവിടുന്ന് വെള്ളം കോരിയിട്ട് കാണണേ ഇല്ലേ. വെള്ളം കോരി ചെമ്പിൽ നിറയ്ക്കുക, ആ വെള്ളം കഴിയുക, ചെമ്പിൽ നിറയ്ക്കുക, വെള്ളം നിറയുക. പിന്നെ ഒന്നാമത് എന്താ വെച്ചാൽ അവരൊക്കെ ഈ മോട്ടർ അടിച്ചിട്ട് ടാങ്കിൽ കയറ്റുന്നതല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ ചില സമയത്ത് മുമ്പ് അവരാരെങ്കിലും ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ വെള്ളം എടുത്തിട്ട് വരുമ്പോൾ അവർ വെള്ളം ഉണ്ടെന്നും വിചാരിക്കും. അങ്ങനെ ഒരു പെടലൊക്കെ പെടൂല്ലേ. അതൊക്കെയാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. നമ്മളിന്നിതാ മഴ പെയ്യുമെന്നൊന്നും അറിയില്ല കേട്ടോ. ഇന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് ചാണകമൊക്കെ തളിച്ച് വെച്ചു. ഉള്ളിക്ക് ഫുള്ള് മക്കളില്ലേ ചളി കയറ്റി കൊണ്ടുപോവാണ്. അപ്പോൾ അത് കാരണം ചാണകം തളിച്ചൊന്ന് വൃത്തിയാക്കി ഇട്ടു കേട്ടോ. ഒരു സന്തോഷ വാർത്ത പറയട്ടെ. രാധയെടുത്ത് നമ്മുടെ മോട്ടർ അവരുടെ കിണറ്റിൽ കൊണ്ടുവച്ചോളം പറഞ്ഞു. നിങ്ങൾക്കും ഒരു സന്തോഷവും ഇല്ലേ? ഞാനല്ലേ വെള്ളം കോരുന്നില്ലേ. ഇപ്പൊ വെള്ളം കിട്ടിയാൽ മതി അല്ലേ. സത്യം പറയാച്ചാലേ എനിക്ക് സന്തോഷായിട്ടോ. കാരണം എന്താ വെച്ചാല് ഇന്നേ 4-5 കുടം വത്സരടുത്തിനോട് വെള്ളം കൊണ്ടുവരുമ്പല്ലേ മോളിക്ക് ഇങ്ങനെ കേറുമ്പോ കതച്ച് പോവുക. ഞാൻ എന്നിട്ട് പറയും ചെയ്തു എന്താ ഇങ്ങനെ, കാരണം കതപ്പ് വരുന്നതെന്ന് അറിയില്ല. നമ്മളിന്നാ ഓടിച്ചാടി പണിയെടുക്കുന്ന ആൾക്കാരാണ് ലേട്ടാ. എന്നിട്ടാണ് എൻ്റെ അവസ്ഥ അങ്ങനെ. കണ്ടോ സുകന്യ മീൻ വറുത്ത് വെച്ച്. അവിടുത്തെ വെള്ളം നല്ല തെളിനീര് പോലത്തെ വെള്ളാ. ഇപ്പം അവരുടെ തറവാട് വീട് നമ്മൾ കാണിച്ചു തന്നില്ലേ, ആ തറവാട് വീട്ടിൽ നമ്മളാണ് കേട്ടോ ആരും ഇല്ലാത്ത സമയത്ത് തിരുമ്പും കുളിക്കുകയും ചെയ്തതില്ല മുട്ടി. ഞങ്ങൾ ദിവസം ഓരോ ലോഡ് തുണികൾ വൈകുന്നേരം ആകുമ്പോൾ ഒരു 5:30 പോവും. 5:30 പോയി തിരുമ്പലും കുളിയും കഴിഞ്ഞിട്ട് വരും. സുകന്യ വന്നിട്ടുണ്ടോ അവിടേക്ക് തിരുമ്പാനും കുളിക്കാനും? ആ പിന്നെ നീ ഇല്ലാത്ത എന്തെങ്കിലും ആഘോഷം ഉണ്ടോ നമുക്കിവിടെ? ചോറിനാറായോ? എനിക്ക് വിശക്കുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് ചോറിന് എന്താ കറിയെന്ന് അറിയോ? ഇതെന്താ അത്? ദോശ ഇതാ കണ്ടോ, നമ്മുടെ മോരുകൂട്ടൻ കണ്ടോ, മോരുകൂട്ടാനുണ്ട്. നിങ്ങൾ ഇതാ ദോശ വേണ്ടവർക്ക് ദോശ ഉണ്ട്, മീൻ വേണ്ടവർക്ക് മീനുണ്ട്, ഞണ്ട് വേണ്ടവർക്ക് ഞണ്ട് കഴിഞ്ഞു. അയ്യോ ഞണ്ട് കഴിഞ്ഞു, ഞണ്ട് കഴിഞ്ഞ കൊല നടക്കും. എന്താ പിന്നെ കണ്ണിമാങ്ങ അച്ചാറുണ്ട് കേട്ടോ. ഇന്നലെ വെച്ച മോരുകൂട്ടാനാണ് അത്. നമ്മൾ എന്ത് വിചാരിച്ചു, ഇന്നലെ ഞണ്ട് കിട്ടിയതും കൊണ്ട് ഞണ്ട് കറി വെച്ചു. അത് ആരും മോരുകൂട്ടാൻ കഴിച്ചില്ല. പക്ഷെ ഇന്നലെ വെച്ച മോരുകൂട്ടാൻ ഇന്നിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചേമ്പും കുമ്പളങ്ങയും പാടെ ഇട്ടിട്ട്. ഇവർക്ക് തന്നെയാണ് പണി.
ഇവർക്ക് തന്നെയാണ് പണി. എന്താ ഒരു ഉഷാറല്ലേ. ആ, ഈ പഠിപ്പ് നേരത്തെ പഠിച്ചു വെച്ചെങ്കിലും BKC പാട്ടിറക്കിയെന്നോ? എന്റെ അമ്മൂന്റെ സൗണ്ട് നിങ്ങൾ കേട്ടില്ലല്ലോ. BKC പാട്ടിറക്കിയെന്നോ? BKC ചെരുപ്പാണല്ലോ ഇറക്കിയായിരുന്നു. പിന്നെ അതാരാ അതാരാ ഒരാളുടെ പേരാണോ? ഈ നാട്ടുകാരും നല്ലണ്ടായല്ലോ. അപ്പൊ വികസനം വന്നിട്ട് ഓ കൊറിയക്ക് എത്തിയപ്പോഴേക്ക് സമ്മതിച്ചു പോയ. അപ്പൊ നിങ്ങൾ എവിടെയായിരുന്നു? എന്നിട്ട് എന്താ അടിച്ചോരിയിടാത്തത്? അത് കളയേ. ഇതെന്താ പൊന്നു ചെയ്ത്? പിന്നെ ആരാ ഇത് നോക്കിയൊക്കെ പറയുന്നത്? ആരാ ചെയ്ത്? കുഞ്ഞേട്ടൻ. നീയല്ലല്ലോ അല്ലേ? ഏട്ടാ ഇരുന്ന് ഇരിപ്പിലിങ്ങനെ പറയരുത്. അവൻ അറിഞ്ഞിട്ട് കൂടിയില്ല അങ്ങനെ കാര്യം. പാവം കുഞ്ഞേട്ടനെ പതി ചെയ്യാൻ നിൽക്കല്ലേ. എന്റെ കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല. നീയാണ് പൊട്ടിത്തെറിച്ചത്. പിന്നെ ആരാ? നീയല്ലേ പൊട്ടിത്തെറിച്ചത്? കുഞ്ഞേട്ടൻ. ആ കുഞ്ഞേട്ടനാണ് കുഞ്ഞേട്ടൻ അല്ലേ? എന്നാലും നീയല്ല അല്ലേ? കുഞ്ഞേട്ട ആണ് പൊന്നൂസാ. ഇന്ന് കുടുംബശ്രീയിൽ എന്തോ മീറ്റിംഗ് ഉണ്ട് കേട്ടോ. നേരത്തെ പോണം. പൈസ എല്ലാം കിട്ടാണ്ടോ? പൈസ അങ്ങോട്ട് കൊടുക്കാണ്ട് 17,750 രൂപ. എന്നാ പോണ്ട. മാർച്ചിലേ കൊടുക്കാനുള്ളതാണേ. സുകന്യെ ഏട്ടനും അനിയനല്ലേ കിട്ടാനാണ് പറഞ്ഞാൽ മാത്രമേ പോവുള്ളൂ. എന്തിനു സുകന്യ നമ്മൾ അങ്ങോട്ട് കൊടുക്കാൻ നിൽക്കണം? ഇങ്ങോട്ട് കിട്ടണ വാങ്ങുന്നല്ലാണ്ട്. അതൊരു സ്വഭാവം. നല്ല സ്വഭാവം. നല്ല സ്വഭാവം അല്ല അത്. നല്ല സ്വഭാവട്ടാ. നിങ്ങൾക്ക് കിട്ടുന്നത് വാങ്ങാൻ മാത്രം നിൽക്കുക കേട്ടോ. ചേമ്പ് കൂട്ടാൻ കുറച്ച് ചേമ്പ് തോനാണോ? അപ്പൊ ഞണ്ട് കഴിഞ്ഞാ ചാറെടുത്തോ? ഇരുന്നോട്ടോ. ചേമ്പൊക്കെ വേണം. എപ്പോഴെങ്കിലും ഒരു കഷ്ണം ചേമ്പ് തിന്നാൻ കിട്ടുമോ? കളയാൻ പറ്റുമോ? ചൂട് ചോറ്. മീൻ ഇതിലെടുത്തേ. മീൻ വേണ്ട. ഞണ്ടില്ലേ? ഞണ്ട് 2 കഷ്ണം ഇല്ലേ? അത് മതിയേ. എന്നാ ഞണ്ട് ഏട്ടന് കൊടുക്കാം. എന്താ സുകന്യ ദോശയുടെ കൂടെയൊക്കെ കഴിക്കും. ഞണ്ടാകുമ്പോ ഞണ്ട് എന്തെങ്കിലും കിട്ടുക അന്നൊക്കെ. 67 റുപ്യേ? 61 കൊടുത്തില്ലേ? ആ പൈസ കൊടുത്തിട്ട് വേണ്ട സാധനം വാങ്ങാൻ. എന്താ കൊഞ്ഞ നീ ഇങ്ങനെ? വലിയച്ഛൻ ഗൂഗിൾ പേ ചെയ്യാ പറഞ്ഞോ? അപ്പൊ എന്താ പറഞ്ഞേ? 60 ബൂസ്റ്റ്. ഇതെന്തിനാന്നറിയോ? ഇന്ന് വൈകുന്നേരം നമ്മൾ ഒരു അടിപൊളി സംഭവം ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാട്ടാ. എന്താ പോ വിശക്കുണ്ടാവൂ. ഉറങ്ങി എണീറ്റിട്ട് നാട്ട് നിർത്തുകയാണ്. മീൻ വറുത്തത് മോരുകുട്ട ഇങ്ങനെ കുഴച്ചിട്ട് അവന് കൊടുക്കണം. അവൻ നമ്മുടെ വീട്ടിലെ ചെറിയ കുട്ടിയാട്ടോ. പുളിയുറുമ്പ്. അയ്യോ 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 അയ്യോ. ആരാ കുട്ടിക്ക് ബെന്നു കൊണ്ടുവന്ന്? അത് തിന്നില്ല. ഞാൻ രാവിലെ കൊണ്ടു കൊടുത്താണ്. വെള്ളവും വെച്ചു കൊടുത്തു. മോര് കറി കഴിക്കുന്നില്ലേ? ഓ മോര് കറി ഇഷ്ടാ. മോര് കറി മുരിഞ്ഞ കൂട്ടാൻ ആലോചിച്ചോണ്ടിരിക്കുന്നു. ചുട്ടല്ലേ കേട്ടാ. അതിനവിടെ കൊണ്ട് കെട്ടെ. ചോറ് വെച്ചോട്ടെ. ചോറ് വെച്ചോട്ടെ. അവിടെ കൊണ്ട് കെട്ടെ. ഒഴിച്ചു കൊടുക്കണ്ടേ? അവിടെ വേണ്ട ഒഴിച്ചു കൊടുക്കണ്ട. അമ്പോ നമ്മളെ കറുത്ത് ചൂടെടുക്കണ്ടാവും. നല്ല ചൂടെടുക്കണ്ടാവും. ഞാൻ ജ്യൂസ് ഓറിയക്സോ ഒരു പാത്രത്തിൽ പോയോ? നമ്മുടെ ബൊണ്ണുഷ ഏയ് അവിടെ വെക്കൂ കുഞ്ഞു. ഒന്ന് സമമാണേട്ടാ. തൊലി ഇതൊക്കെ ഉണ്ടാകൊണ്ടാണ്. ചെറിയൊരു തൊലി ഇന്നലെ എടുത്തു കളയാൻ പറ്റുന്നുണ്ട്. വേഗം ഇന്നലെ എടുത്തു കളഞ്ഞു. ഇതാണ്ടോ അത്. അതൊക്കെ ഉണ്ട്. ആദ്യം മാറ്റിക്കാം. തോനുള്ളത് കുറച്ച് നമ്മൾ അനിയനും കൊടുത്തു വിട്ടു കേട്ടോ.
ഇത് കിട്ടാത്ത സാധനല്ലേ ചേട്ടാ, ആദ്യമായിട്ട് കിട്ടുന്നല്ലോ അത്. അപ്പോൾ അമ്മയ്ക്കൊക്കെ ഒന്ന് രുചിച്ച് നോക്കാമല്ലോ. അപ്പം അനിയൻ പറഞ്ഞതില്ലേ ഷെയ്ക്ക് അടിച്ച് നോക്കി വെക്കാൻ. അപ്പം നമുക്ക് എന്തായാലും ഷെയ്ക്ക് അടിച്ച് നോക്കാം അല്ലേ. എന്താ കുഞ്ഞാ നേരെ ഇരിക്കടാ. ഇതാ ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു എൻ്റെ കുഞ്ഞോ ബൂസ്റ്റൊക്കെ തരാ കുഞ്ഞാ. ഇതിപ്പോൾ ഒന്ന് ശരിയാക്കിയിട്ട് പോരെ. ഉടക്കല്ലേ ചെയ്യണ്ടോ, മിക്സിയിലടിക്കലില്ല. അപ്പം ആ തൊലിയില്ലേ അത് എടുത്ത് കളയാൻ കിട്ടുന്നുണ്ട്. ഏത് ഉടയ്ക്കുമ്പോഴല്ലേ? ആ ഉടയ്ക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അങ്ങനെ കളയണ്ട, ഒരുപാട് ഇട്ട് കളയണ്ട. അതിനിത് ഉടക്കിയല്ലേ ഇനി മിക്സിയിലടിക്കുക. ഇത് അജിയേട്ടൻ പറഞ്ഞ പോലെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ്. അതെ പോരെ. അപ്പം തൊലി ഫുള്ള് കളയേണ്ടി വരും ചിലപ്പോൾ. തൊലി കയ്പ്പ് വല്ലതും ഉണ്ടാവല്ലേ. അങ്ങനെ ചെറിയൊരു പാടയില്ലേ, കക്കയുള്ളതൊന്നുമില്ല അതിൽ. ചിലർ പറഞ്ഞ ഇതില്ലേ പകുതി തേനൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് അത്രേ. ഫുള്ള് ഉടയ്ക്കാൻ പാടില്ല, ഉണ്ടല്ലോ അതിങ്ങനെ കടിക്കാൻ കിട്ടുന്നതുകൊണ്ട്. എന്തായാലും നമുക്ക് മെസ്സേജുകളൊക്കെ വന്നത് വേറെ നമ്മളിന്നലെ ചെയ്ത പോലെ തന്നെ അല്ലേ, അതുപോലെ തന്നെയാണ്. അപ്പോൾ അതിന് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയാൽ നമുക്ക് രസമാവും. ഞാനിത് ഞങ്ങളിവിടെ അല്ല എനിക്കിന്നലെ നല്ല ഇഷ്ടമായി. ഞാൻ നല്ല ആസ്വദിച്ചു. കുഞ്ഞിനെ കുടിച്ചില്ലേ? ഞാൻ കുടിച്ചു നോക്കിയില്ല കേട്ടോ. കുടിച്ചു നോക്കാണ്ട് പിന്നെ അഭിപ്രായം പറഞ്ഞിട്ടല്ലോ. ചെറിയൊരു എന്താ ഇതിൻ്റെ ചോയ ഉണ്ടെന്നല്ലോ. കോഴിയോട് തിന്നു. ഓരോന്നിനും ഓരോ ചോയ ഉണ്ടല്ലോ. തണ്ണിമത്തിൻ്റെതായ നമ്മൾ വേറൊന്ന് വാങ്ങിയില്ലേ, ഒരു മത്തൻ്റെ പോലത്തെ ഒരു സാധനമായില്ലേ, എന്താ ഷവാമോ. അത് നമ്മൾ അന്ന് വാങ്ങിയിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് എനിക്കത്ര വലിയ പിടുത്തായില്ല കേട്ടോ. പക്ഷെ ബാക്കിയുള്ളവർക്കൊക്കെ ഷവാമ ഭയങ്കര ഇഷ്ടമായില്ല കേട്ടാ. അപ്പം അതാണ് എനിക്കിന്നല്ലേ ചിക്കൂസ് ഭയങ്കര ഇഷ്ടം. ഞാൻ ഇപ്പൊ കുടുംബശ്രീ പോയി വന്നേ ഉള്ളൂ കേട്ടോ. അമ്മ ഉറങ്ങുകയാണ് കേട്ടോ. അമ്മൂന് പിന്നെ ഉറക്കം അനിയൻ പറഞ്ഞു തന്നതാണ്. അപ്പം എന്തായാലും അത് ഉണ്ടാക്കി വെക്കണ്ടല്ലോ കേട്ടോ. നമുക്ക് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കില്ലേ വേണ്ട. തണ്ണിമത്തൻ ജ്യൂസ് കുടിക്കലല്ലല്ലോ ഉദ്ദേശം. കാരണം ഇത് എപ്പോഴും കിട്ടില്ലല്ലോ. അതിൻ്റെ ഇപ്പം ഇന്നലെ ആ രുചിയിലൊന്ന് കുടിച്ചു നോക്കി. ഇന്നലെ പേർക്ക് എല്ലാവർക്കും അത് ഇഷ്ടമായിട്ടോ. തേനൊന്നും ഒഴിക്കണം പറഞ്ഞില്ലല്ലോ. ഒഴിക്കണം പറഞ്ഞ നിവൃത്തിയില്ല. തേനില്ലാന്നല്ലേ, അത് നിങ്ങളാണ് കാരണക്കാരൻ. ഞാനാണല്ലോ തേൻ കുടിച്ചു കഴിച്ചാൽ ഉടനെ തേൻ വാങ്ങി വെച്ചതൊക്കെ. അതല്ല മാറച്ചു മാറ് ഇതൊരു കട്ടുണ്ട്. കുഞ്ഞാ കണ്ടോ, നീ തേൻ കുടിക്കൊണ്ടിപ്പോ തേനില്ലാണ്ടായില്ലേ? 1 ലിറ്റർ ഞാൻ പറഞ്ഞതാണ്, അവര് കൊണ്ടുവന്നു തന്നില്ലല്ലോ. ഇതാ ഒക്കെ ഇട്ടാ മാറ് ബൂസ്റ്റ് എടുത്തിട്ട് വാങ്ങിച്ചു. പഞ്ചസാര ഒരു ഏലക്കായ എടുത്തിട്ട് വന്നാ. ഏലക്കായ ഇടണോ? ഒരു പൊട്ടിടണേ. 2 എണ്ണം പോയി എടുത്തിട്ട് വന്ന ഏലക്കായ, പാല്, പഞ്ചസാര, ഏലക്കായ. കഴിച്ചോ. ഹായ് പൊന്നുശേ, പുക പോണ്ടോ? ഇപ്പൊ ധരിക്കാന്നുണ്ടാവില്ലല്ലോ അല്ലേ? ഏതിലരിക്കണ്ട. ആജാളോ എന്താ പിന്നെ എല്ലാവർക്കും പോകണ്ടേ നമ്മക്ക്. നമ്മള് അതാണ്ടേ കുഞ്ഞാ അപ്പൊ ചായയിലൊഴിക്കാനോ? ചായയിലൊഴിക്കാം. ഇത് ഏട്ടാ വേറെ വാങ്ങിയതാണ് 1 ലിറ്റർ പാല്. ഞാൻ അതല്ല ചോദിച്ചു, ചായക്ക് പാലുണ്ടോ? ഓ പിന്നെന്താ. കത്തി എവിടെ? കത്തി എടുത്തിട്ട് വാ. പൊന്നാരി എന്തിനാ നീ ദോശ പിടിച്ചോണ്ട് നടക്കണേ? പൊന്നേ ഏലക്കായ ഏതിലിടാൻ പറ്റില്ല. അപ്പൊ അത് ഇതാട്ടോ മാറി തരാം. ഇതിൽ വെള്ളം വയ്ക്കില്ലല്ലോ അല്ലേ? ഇല്ലല്ലോ. എന്തോത്തേ ചായ കുറച്ച് കമ്മിയാക്കി മതിട്ടോ. ബൂസ്റ്റോ ഹോർലിക്സാ ബൂസ്റ്റോ ഇതടിക്കണ ലിറ്ററാ? പൊന്നച്ചി
ഓ ക്ലാസ്സുകൾ എടുത്തിട്ട് വന്നോളി. ചായക്ക് വേണം കേട്ടോ ഏട്ടാ, എനിക്ക് ചായ വേണം കേട്ടോ. ആയിക്കോട്ടെ. ഒരാളെ കാണാനില്ലല്ലോ, ഒരാളെ കാണാനില്ലല്ലോ. അമ്മുട്ടിയല്ലേ? അയ്യേ, അമ്മുക്കുട്ടി കടന്നുറങ്ങാണ്. അത് ചായ തിളച്ചു. പൊന്നെ എന്താണ് പൊന്നൂസ്, കുഞ്ഞുണ്ണിക്ക് എന്താ പനിക്കുണ്ടോ? ഉച്ചക്ക് മരുന്ന് തന്നില്ലേ? തന്നില്ലേ? കഞ്ഞി കുടിച്ചോ? എന്തിന്റെ ഇഞ്ചക്ഷൻ? അതിന് എന്താ? അതിന് വെള്ളവും ഇതൊന്നും കുടിക്കില്ലല്ലോ ഇപ്പൊ. ആർക്കും വേണ്ട, കുഞ്ഞു മാത്രം ക്ലാസ് കൊണ്ടുവന്നില്ല കേട്ടോ. നിങ്ങൾക്കൊന്നും വേണ്ടല്ലോ. ക്ലാസ്സുകൾ എടുത്തിട്ട് വന്നോളൂ. കുടിക്കണത് അപ്പളേക്ക് വേണം, കട്ടായിട്ട് അപ്പളേക്ക് വേണ്ടി വെച്ച് കഴിഞ്ഞാൽ പൈസ തന്നെ ഇങ്ങനെ ഷെയ്ക്ക് ഷെയ്ക്ക്. ഇത് കുറച്ച്, മറ്റേത് കഴിഞ്ഞു. എന്താട്ടാ ഇത്രയും കിട്ടി. എന്താ ഇതിന്റെ കളറിലേ? എല്ലാവർക്കും ഉള്ളതായി, എല്ലാവർക്കും ഉള്ളതായി അറിയാം. എന്താട്ടോ അപ്പൊ ശരിക്കും ഒരെണ്ണം വാങ്ങിയ ഒരു നേരത്തേക്ക് ഒരെണ്ണം പറഞ്ഞത് 500 രൂപ മുതലാത്ര. അതന്നെ പറഞ്ഞേ, ഒരെണ്ണം പറഞ്ഞ ശരിക്കും നമ്മളെ കുടുംബത്തേക്ക് ഒരെണ്ണം തയ്ച്ചു വേണം. അപ്പൊ നമ്മുടെ കുടുംബത്തേക്ക് പറഞ്ഞ ആ പൊന്നുശ അത് തട്ടി പറക്കരുത് കേട്ടോ. പൊന്നു പിടിച്ചു വലിക്കരുത്. എന്താ ഇതൊക്കെയാണ് പറഞ്ഞല്ലേ, വീഡിയോക്കൊക്കെ ആൾക്കാർ എപ്പോഴും ഉണ്ടാവും. തൊള്ളയും വിളിയിട്ടാലും വരാത്ത ആൾക്കാരാണ്. കുടിച്ചോക്ക് എങ്ങനെയുണ്ട് പറ. ബൂസ്റ്റ് ഇട്ടില്ല കേട്ടോ. ബൂസ്റ്റിന്റെ ഒരു രുചി വേണ്ട വിചാരിച്ചു. ഇതിന്റെ രുചി അറിയണ്ടേ? വേണ്ട, ആ ബൂസ്റ്റും കൂടെ വേണം. നാളെ എന്തെങ്കിലും ഉണ്ടാക്കാം കുഞ്ഞന്. എങ്ങനെയുണ്ട് പൊന്നൂസേ? സൂപ്പർ സൂപ്പർ ആയിരുന്നു. കുഞ്ഞുണ്ണിക്ക് കൊടുക്കട്ടെ. കുഞ്ഞുണ്ണിക്ക് ചെറിയ ക്ലാസ്സിലാട്ടോ. എന്താണെന്നറിയോ, കുഞ്ഞുണ്ണിക്ക് പനിയാണ് കേട്ടോ. കുടിക്ക. എങ്ങനെയുണ്ട് കുഞ്ഞ? നല്ല തണുപ്പുണ്ടോ? കുഞ്ഞ മധുരണ്ടി ലേറ്റ് ആയിട്ടുള്ള മധുരം മതി. മധുരം ഒരുപാട് വേണമെന്നില്ല. എന്തേ ആ കുപ്പി ക്ലാസ്സിൽ കൊള്ളുന്നത് ഈ സ്റ്റീൽ ക്ലാസ്സിൽ കൊള്ളും. മതി എന്നാ മതി. കൊണ്ടുവിടും. അത് കുടിച്ചു നോക്കാനാ പറഞ്ഞത്. കുടിച്ചു നോക്കിയൊക്കെ അടിപൊളി കേട്ടോ. പിന്നെ കുടിച്ചോക്ക് എല്ലാവരും കുടിച്ചു. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാ കണ്ടോ കണ്ടോ? ഇതൊന്നും ഇനി കിട്ടില്ല. ആരാണിതൊക്കെ എറണാകുളത്തൊക്കെ പോയിട്ട് വാങ്ങിട്ട് വരുന്നത്? ഇത് എല്ലാവരും കുടിച്ചു കേട്ടോ. സംഭവം ഇല്ലേ, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. പാലും പിന്നെ നമ്മൾ അതിൽ ബൂസ്റ്റ് ഇട്ടു. അതാണ്ടോ സോനിയ കാണിച്ചു കൊടുക്കണേ, അതിൽ ബൂസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോ കുട്ടികളുടെ അല്ലേ, അറിയാലോ. കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു സാധനം കണ്ടു കഴിഞ്ഞു വെച്ചാൽ അവരിങ്ങനെ എങ്ങനെയായിരിക്കും എന്നറിയാലോ. അപ്പോൾ നല്ല രസമുണ്ട് കഴിക്കാൻ. നല്ല രസമുണ്ട് കേട്ടോ കുടിക്കാന്. എന്താ കിട്ടേണ്ട ഒരു സാധനമായിരുന്നു നമ്മുടെ ഇവിടെ കിട്ടേണ്ട ഒരു സാധനമാണ് കേട്ടോ. അതുകൊണ്ട് അനിയനും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അനിയനും കൊടുത്തു. അവർക്കും ഇന്നലെ നമ്മൾ അടിച്ചു ഒന്ന് ചെയ്തു അല്ലേ. പിന്നെ ഇന്നലെ 2 പ്രാവശ്യം ചെയ്തു കേട്ടോ. അച്ചുട്ടിയുടെ വകയും ചെയ്തു, അവൾക്ക് വേണ്ടി ചെയ്തു നോക്കിയിരിക്കണു. അപ്പോൾ എങ്ങനെയുണ്ട്? രസല്ലേ? ഡിമാൻഡ് ആക്കിയിട്ട് ക്ലാസ് തിരിഞ്ഞു നിന്നെന്താ കാര്യം? അതാ കൂട്ടാനെ കൂടെ ചോദിച്ചു. കുട്ടികള് കൊറേ ദിവസമായി മക്കള് പൊറോട്ട വേണമെന്ന് പറയാൻ തുടങ്ങിയിട്ട്. ഈ പൊറോട്ട ഇല്ലേ, ഇപ്പൊ എല്ലാവരും ഗ്യാസ് ക്ഷാമമായതും കൊണ്ട് പൊറോട്ടയൊന്നും ഇവിടെ കിട്ടാനേ ഇല്ല കേട്ടാ. അമ്മ ഉണ്ട്, ഇന്നലെ അല്ല ഒരാഴ്ച മുതൽ ഈ അമ്മ പറയാൻ തുടങ്ങിയിട്ടില്ലേ, പൊറോട്ട വാങ്ങിട്ട് വരുമോ എന്നുള്ളത്. അപ്പൊ അത് കിട്ടിയില്ല. എന്തായാലും നിങ്ങൾക്ക് പൊട്ടുവെള്ളരി കിട്ടുമ്പോ ഇതേപോലെ ഒന്ന് ജ്യൂസ് അടിച്ച് നോക്കി നോക്കൂട്ടോ. പൊട്ടുവെള്ളരി കിട്ടാൻ ക്ഷാമമാണ്. ഇത് സംഭവം ആ ഭാഗത്ത് മാത്രമേ കണ്ടുള്ളൂ. ഞാനൊന്നും വേറെ എവിടെ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആര് കണ്ടാലും ഒന്ന് വാങ്ങി ഉണ്ടാക്കി കഴിച്ചു നോക്കി. വേറെ ലെവലാണ്. പിന്നെ
ഉച്ച കുറേ നേരം കഴിഞ്ഞപ്പോഴല്ലേ നമ്മുടെ ഒരു 3 മണി കഴിഞ്ഞപ്പോൾ നമ്മുടെ പൈപ്പിൽ വെള്ളം വരാൻ തുടങ്ങിയിട്ടോ കുറച്ച്. അവ ഒരു സമാധാനം എന്ന് പറഞ്ഞ സമാധാനം. അപ്പോഴേക്ക് ഞാൻ രാധ എടുത്തിട്ട് അവിടെ നിന്ന് പൈപ്പ് എടുത്തിട്ട് നമ്മുടെ അവിടെയൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഇതാക്കി. എന്നിട്ടാണ് വേഗം കുളിക്കലും തിരുമ്പലും എല്ലാ പണികളും വേഗം വേഗം ചടപടേ പറഞ്ഞിട്ട് ഈ പാത്രങ്ങൾ കൂടെ ഒക്കെ ഞങ്ങൾ രാത്രിയാകുമ്പോൾ വെള്ളം നിറച്ച് വെക്കും കേട്ടോ. പക്ഷെ നാളെ രാവിലെ ആകുമ്പോഴേക്കും എല്ലാവരുടെയും കുളിയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും വെള്ളം കഴിഞ്ഞിട്ടുണ്ടാവും. അതിലൊക്കെ വെള്ളം പിടിച്ച് വെച്ചേർക്കന്നെ അത് കൂടെ എല്ലാറ്റിലും ഇനി പാത്രത്തിൽ കൂടെ ഒക്കെ പിടിച്ച് വെച്ചേർക്കന്നെ കണ്ട പാത്രങ്ങൾ കൂടെ ഒക്കെ. എനിക്കാണെങ്കിലോ ഈ കിണറ്റിത്തെ വെള്ളം കുടിച്ച് ശീലമായിട്ടില്ലേ, നമുക്ക് ഈ പൈപ്പ് വെള്ളം തീരെ പറ്റണില്ല കേട്ടോ. എനിക്ക് നമുക്ക് ഫീൽ ചെയ്യുക വെള്ളം കുടിച്ചിട്ട് ദാഹം മാറിയില്ല എന്നുള്ളത്. അപ്പോൾ വത്സലെടുത്ത വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് പോയിട്ട് വെള്ളം കൊണ്ടുവരാം. അവിടെ നിന്ന് എത്ര വേണമെങ്കിലും നമുക്ക് കോരിക്കൊണ്ടൊക്കെ ചെയ്യാം കേട്ടോ. രാധേരത്തിൽ അവിടെ നിന്ന് പൈപ്പ് ഇടാം. പക്ഷെ നമ്മളെങ്ങനെയാണെന്ന് അറിയാം, ഒരാളെങ്ങനെ ബുദ്ധിമുട്ടിക്കുക പറഞ്ഞിട്ട് നമ്മളത് ചെയ്യില്ലാതെ മാത്രം. എങ്ങനെയുണ്ട്, ഇഷ്ടമായില്ലേ? കണ്ടു. അപ്പോഴും ഞാൻ ബൂസ്റ്റാണതേ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ബൂസ്റ്റും കൂടി അതിലിട്ടൂന്ന്. അടിയില ബൂസ്റ്റ് ഈ കലങ്ങിയില്ല എന്ന് പറഞ്ഞില്ലേ, ഇനി കലക്കാൻ വേറെ സാധനമില്ല. അമ്മു അനിയനും മാത്രം ബൂസ്റ്റ് ഇട്ടില്ല കേട്ടോ. ഞങ്ങള് ബൂസ്റ്റ് ഇടാണ്ട് കുടിച്ച്. രണ്ട് രീതിക്ക് കുടിച്ചാലും ടേസ്റ്റ് ആണ്. ടേസ്റ്റ് ഉണ്ട്. ബൂസ്റ്റ് ഇടാണ്ട് കുടിച്ച്, ബൂസ്റ്റ് ഇട്ട് കുടിച്ചു നോക്കി. അതന്നെ പറയണേ, ഏലക്കായ ഇടുമ്പോ അതിന്റെ ഒരു ടേസ്റ്റും അതിന്റെ ഒരു മണം ഒരു വേറെ രീതിയിലല്ലേ. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, കിട്ടണവരുണ്ടാക്കി കുടിച്ചു നോക്കൂ. കുടിച്ചു നോക്കല്ല, മിസ് ചെയ്യരുത്. വാങ്ങിക്കൊണ്ട് പറ്റുന്ന ദൂരത്താണ് അതിന് സൗകര്യം ഉണ്ടെങ്കിൽ വാങ്ങി കഴിച്ചു നോക്കുക. അത് പ്രത്യേക അനുഭവമാണ് എന്തായാലും. നമ്മുടെ ഇവിടെയൊക്കെ രാവിലെ ചാണകം തളിച്ചിട്ട് ഇവിടെയൊക്കെ കാണാൻ എന്ത് വൃത്തിയാ. അതാ ദോശയൊക്കെ അരിക്കി എടുത്തിട്ടോ ഞങ്ങളില്ലേ ഇവൻ എന്ത് അയ്യോ പെയ്യ എന്താ സുഖിനെ ഇവിടെ ഒന്നും കുപ്പകളില്ല കേട്ടോ. ഈ ഭാഗം മാത്രമേ കുപ്പുള്ളൂ. അപ്പൊ ഞങ്ങള് വീഡിയോ നിർത്തുകയാണ് കേട്ടോ. ഞങ്ങൾ എന്തായാലും അനിയന്റെ വീട്ടിലേക്ക് ഒന്ന് പോയിട്ട് വരട്ടെ. ഞാൻ പോയിട്ട് വരാ. ഉണ്ണീനെയൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ കേട്ടോ. അപ്പൊ നാളല്ലേ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം കേട്ടോ.